ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൾട്ടിവുഡിന് എങ്ങനെ പെയിൻ്റ് അടിക്കണം. അപ്പോൾ ഒരുപാട് പേര് മൾട്ടിവുഡിനെ പറ്റി അധികം അറിയാതെ തന്നെ മൾട്ടിവുഡിന് ചതിൽ കയറില്ല, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. തണുപ്പ് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ മൾട്ടിവുഡ് അഥവാ PVC ബോർഡ്, അപ്പോൾ അധികം ആളും ആ ഒരു ചതിൽ കയറില്ല എന്നുള്ള ഗുണം കൊണ്ട് തന്നെ ഇതെടുത്തിട്ട് ഒരുപാട് പേര് ഫർണിച്ചർ ചെയ്യുന്നുണ്ട്. ഫർണിച്ചർ ചെയ്യുമ്പോൾ നമ്മൾ ബോർഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ പല റേഞ്ചിലുണ്ട്. ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ബോർഡിന് റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ മാക്സിമം ഒരു മിനിമം ഒരു 6 ഡെൻസിറ്റിയിലെ ബോർഡെങ്കിലും എടുക്കണം. 6 ഡെൻസിറ്റിയിലെ ബോർഡിന് ഇപ്പോൾ ഒരു 5000-6000 രൂപ റേഞ്ച് വരും. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെന്താണ് ഈ സ്ക്രൂ ഹോളൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഡെൻസിറ്റി കൂട്ടി എടുക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ ബോർഡ് എടുത്തിട്ട് ഫർണിച്ചർ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇത് ബോർഡിൽ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നവർക്ക് കുറച്ച് ഉപകാരപ്പെടും. എന്താണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രൂ ഒന്ന് രണ്ടാമത് ഇപ്പോൾ അഴിച്ച് രണ്ടാമത് സെറ്റ് ചെയ്യാൻ ഈ ഡെൻസിറ്റി കുറവായതുകൊണ്ട് നമ്മൾ വുഡിനെ അപേക്ഷിച്ച് വളരെ ഡെൻസിറ്റി കുറഞ്ഞ ഒരു ഇതാണ് ഈ PVC ബോർഡ്. പക്ഷേ ഇതിൻ്റെ ടോപ്പ് പ്രതലം നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഓട്ടോക്ലോസ് തന്നെ ഇതിന് ഇഞ്ചസ് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. സ്മൂത്ത്, അതുപോലെ ഹൈ സ്പീഡ്. നമ്മൾ ഒരിക്കലും ഇതിന് ഹൈ സ്പീഡ് ഇഞ്ചസ് വെക്കാൻ പാടില്ല, ഓട്ടോ ഇഞ്ചസ് വെക്കാൻ പാടില്ല. സ്മൂത്ത് ഇഞ്ചസ് ഓട്ടോക്ലോസ് സ്മൂത്ത് ഇഞ്ചസ് വെക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് നമ്മൾ അവിടെ ഇത് തുറന്ന് കഴിയുമ്പോൾ ഇളക്കി വിട്ട് കഴിയുമ്പോൾ അങ്ങ് പോയിട്ട് അവിടെ അടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സ്ക്രൂ ഹോള് പെട്ടെന്ന് ലൂസാവും. വെച്ച് അടിക്കുമ്പോൾ ഇത് ഡോർ അവിടെ പോയിട്ട് അതേസമയം സ്മൂത്ത് ആണെങ്കിൽ സാവധാനം പോയിട്ട് അടയുള്ളൂ. അതിൻ്റെ ഓട്ടോ ഇഞ്ചസിനൊന്നും അതിൻ്റെ സ്ക്രൂ ഹോളിനൊന്നും കംപ്ലൈൻറ്റ് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യം. പിന്നെ വില കൂടിയ ഇഞ്ചസ് തന്നെ വെക്കുക. എന്താ ക്ലിപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോർ അഴിച്ചെടുക്കാൻ പറ്റും. സ്ക്രൂ ഒന്നും രണ്ടാമത് അഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിലയിൽ നല്ല വ്യത്യാസമുണ്ട്. സാധാ ഇഞ്ചസ് ആണെങ്കിൽ ഒരു 150 രൂപക്ക് കിട്ടും. അതേസമയം നല്ല സ്മൂത്ത് ക്ലിപ്പ് പ്രസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന, നമുക്ക് കൂളായിട്ട് അയച്ചെടുക്കാൻ പറ്റുന്ന ഇഞ്ചസിന് 400-500, നല്ല ഇതിന് 500 ആ റേഞ്ച് വരും. അപ്പോൾ നല്ല ഇഞ്ചസ് വാങ്ങിക്കുക. അപ്പോൾ പിന്നെ വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ അവർക്ക് ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ചിലപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും, കാരണം ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കാർപ്പൻറ്റേഴ്സ് പണി കഴിഞ്ഞോടെ ഇതിൻ്റെ ലാമിനേഷൻ അങ്ങ് പറിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിനിങ്ങനെ ലാമിനേഷൻ ഉണ്ട് എന്നുള്ള കാര്യം പെയിൻറ്റിങ്ങിൻ്റെ അവർക്ക് അറിയില്ല. എന്നാൽ 2 സൈഡും നല്ല ബോർഡാണെങ്കിൽ 2 സൈഡ് ലാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ ലാമിനേഷൻ ഇങ്ങനെ പറിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അത് ക്ലീൻ ചെയ്യണം. ഈ ലാമിനേഷൻ പറിച്ച ഭാഗത്ത് ഇങ്ങനെ പറിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നല്ല ഗമ്മുണ്ടാവും. ആ ഗമ്മ് നമ്മൾ ടർപ്പൻ്റോ ടിന്നറോ മണ്ണെണ്ണയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കളഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അതാണ് അധികം ആൾക്കാർക്കും പണി കിട്ടാറുള്ളത്. ഇന്നിപ്പോൾ ഇങ്ങനെ മൾട്ടിവുഡ് പെയിൻ്റ് അടിക്കാൻ കിട്ടും. അപ്പോൾ അവർ നേരെ യൂട്യൂബിൽ നോക്കും, അല്ലെങ്കിൽ ആരോടും ചോദിക്കും എങ്ങനെ പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിച്ചോ പറയും, സൈഡ് പൊട്ടിയിട്ടോന്ന് പറയും. പക്ഷേ ഈ ഗമ്മിൻ്റെ കാര്യം എല്ലാവരും പറയില്ല. അപ്പോൾ എന്നെ ഒരുപാട് പേര് വിളിക്കാണ്ട് ഈ പ്രൈമർ അടിച്ചിട്ട് എല്ലാം പൊള്ളി വരുന്നത്. അപ്പോൾ എന്താ സംഭവം, ഈ ഗമ്മ് കളയാത്തതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അവർ ആദ്യം തന്നെ എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ലാമിനേഷൻ്റെ കാര്യം ചിലപ്പോൾ അവരറിയില്ല. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ കാർപ്പൻറ്റേഴ്സ് ഇത് പറിച്ചും കളഞ്ഞിട്ടുണ്ടാവും, പണി കഴിഞ്ഞോട് പറിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഗമ്മ് ശരിക്കും കളയുക. അതിന് ശേഷം ബോഡി ഫില്ലർ ഇടുക. ബോഡി ഫില്ലർ നമ്മൾ ഇടേണ്ട ആ രീതിയൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ട്, അതിന് ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ തിയറി മാത്രമാണ് പറയുന്നത്. അപ്പോൾ ബോഡി ഫില്ലർ വലിച്ചിടുമ്പം ആ ഒരു കട്ടിങ്ങും കാര്യമൊന്നും ഇല്ലാതെ ഒരുപാട് തിക്കിൽ വലിച്ചിടരുത്. തിക്കിൽ വലിച്ചിട്ടാൽ നമുക്ക് സാൻഡ് ചെയ്തിട്ടും ക്ലിയറായി കിട്ടില്ല, അതിങ്ങനെ അൺഷേപ്പായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ 2 കോട്ട് ഇടുന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഇടുക. അപ്പോൾ വലിയ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ട് ഇട്ടിട്ട് അതിന് ശേഷം മൊത്തം വടിച്ചിടുക. അപ്പോൾ നമ്മൾ ഇത് ഇളക്കി ബോഡി ഫില്ലർ ഇട്ട് ആദ്യം ഗമ്മ് കളഞ്ഞ് അതിനുശേഷം ബോഡി ഫില്ലർ NC പൊട്ടിയിട്ടിട്ട് ചെയ്യുന്നവരുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കാം. പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കാതെ ചെയ്യുന്നവരുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ പ്ലാസ്റ്റിക് പ്രൈമർ അവിടെ ഡ്രൈ ആയി. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ഇതിൻ്റെ പോലെ പ്രൈമർ അടിക്കണം. പ്രൈമർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പ്രൈമറാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ NC പ്രൈമർ, അത് PS വൈറ്റ്
PS ഗ്രേ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. NC പ്രൈമർ രണ്ട് ഷെയ്ഡിൽ വരുന്നുണ്ട്. ഗ്രേ ആയിട്ടും ലൈറ്റ് ഗ്രേ, ഡാർക്ക് ഗ്രേ, അതുപോലെ തന്നെ വൈറ്റ്. അങ്ങനെ PS ഗ്രേ, PS വൈറ്റ്, അങ്ങനെ ആണ് NC പ്രൈമർ വരുന്നത്. അതുകൂടാതെ നമുക്ക് PU പ്രൈമർ എന്ന് പറയുമ്പോൾ NC പ്രൈമറിന് ഒരു 350-400 രൂപയാണ്. 350 രൂപ ആണെങ്കിൽ PU പ്രൈമറിന് ഒരു 500-600 രൂപ വരും. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയത് 2K പ്രൈമർ. 2K പ്രൈമർ ആകുമ്പോൾ 800, 1000, 1500 താഴെയായിട്ട് നല്ല പ്രൈമറിനാണെങ്കിൽ 1300 രൂപ ആ റേഞ്ച് വരും. അപ്പോൾ ഈ 3 പ്രൈമറും നമുക്ക് പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ച് മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ, നമുക്ക് 10 മിനിറ്റ് കൊണ്ട് അടിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് പ്രൈമർ അടിക്കും. അല്ലെങ്കിൽ ഈ നമ്മൾ അടിക്കുന്ന പ്രൈമറും ഈ പ്ലാസ്റ്റിക് പ്രൈമറുമായിട്ടുള്ള ബന്ധം ഉണ്ടാവില്ല. പിന്നെ പെയിൻറ്റ് പിന്നെ പൊളിഞ്ഞ് ഇളകി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ അടിച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അടിക്കുക. അപ്പോൾ PU പ്രൈമർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ എവിടെയെങ്കിലും ചെറിയ സ്പോട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് NC പുട്ടിയോ അതുപോലെ തന്നെ 2K പുട്ടിയോ, നമുക്ക് പേസ്റ്റ് 2K പുട്ടിയൊക്കെ കിട്ടാണ്ട് ആ പുട്ടി സ്പോട്ട് ഇടുക. സ്പോട്ട് ഇട്ടിട്ട് ഫൈനലായിട്ട് മൊത്തം ക്ലിയർ ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ പ്രൈമർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു കോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടും കൂടെ PU പ്രൈമർ ആയാലും 2K പ്രൈമർ ആയാലും കോട്ടടി. നമ്മളിപ്പോൾ ഈ വൈറ്റ് കളറ് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ മെറ്റാലിക് അങ്ങനെയൊക്കെ അടിക്കുന്നതാണെങ്കിൽ നമ്മൾ മാക്സിമം PU പ്രൈമർ, നല്ല PU പ്രൈമർ തന്നെ അടിക്കണം. നല്ല കമ്പനി PU പ്രൈമർ തന്നെ 2K പ്രൈമർ തന്നെ അടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ അടിച്ച് കുറേ കഴിയുമ്പോൾ ഈ ഷെയ്ഡ് വരും. ഈ ബോഡി ഫില്ലർ ഇട്ട ഭാഗങ്ങളിൽ നിന്ന് ചെറിയൊരു ഷെയ്ഡ് വരും. അപ്പോൾ മെറ്റാലിക് അതുപോലെ തന്നെ ചില പെയിൻ്റൊക്കെ മെറ്റാലിക് അടിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ആ ഷെയ്ഡ് കാണിക്കും. നമ്മൾ എവിടെയാണ് ബോഡി ഫില്ലർ ഇട്ടുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഈ PS വൈറ്റൊക്കെ NC പ്രൈമറൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ മെറ്റാലിക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ അതിൻ്റെ ഇത് കാണിക്കും. അപ്പോൾ നമ്മളെന്താ വേണ്ടത്, ഇത് PU പ്രൈമർ അടിക്കുക. PU പ്രൈമർ അടിക്കുമ്പോൾ ആണെങ്കിൽ അതിനകത്ത് കുറച്ച് സ്റ്റൈൻ ചേർത്തിട്ട് ഡാർക്കാക്കിയാലും കുഴപ്പമില്ല. കുറച്ച് ഡാർക്കാക്കി കഴിഞ്ഞാൽ ആ ഒരു ഷെയ്ഡ് വരൽ താരതമ്യം തീരെ ഉണ്ടാവില്ല. അപ്പോൾ NC പ്രൈമർ അടിക്കുന്നുണ്ടെങ്കിൽ അടിക്കുമ്പോൾ ആ പ്രൈമർ നമ്മൾ കുറച്ച് ഡാർക്കാക്കുക. കുറച്ച് ബ്ലാക്ക് NC ബ്ലാക്കോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് ഡാർക്കാക്കി കഴിഞ്ഞാൽ താരതമ്യേന ആ പുറത്തേക്ക് ഷെയ്ഡ് വരുന്നത് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ പ്രൈമർ അടിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നെക്സ്റ്റ് പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ അപ്പോൾ ഞാൻ ഇത് പേപ്പറിങ് കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ആദ്യം മുതലേ ഒന്ന് പേപ്പറിങ് പറയാം. നമ്മൾ ബോഡി ഫില്ലർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ ചെയ്യേണ്ടത് ഒരു 320-400 പേപ്പർ വെച്ചിട്ടാണ്. നമ്മൾ ഒരുപാട് തിക്കിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് റഫുള്ള പേപ്പർ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ റഫുള്ള പേപ്പർ ഉപയോഗിക്കുമ്പോൾ ഈ ബോർഡിന് സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പുട്ടിയിട്ട് വാഷ് ചെയ്യുന്നിടയ്ക്ക് തന്നെ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 320-400 പിന്നെ ബോഡി ഫില്ലർ ഇടുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ, ചില ആൾക്കാർ വിചാരിക്കും ഒരുപാട് ഹാർഡർ ചേർത്ത് കഴിഞ്ഞാൽ ബോഡി ഫില്ലർ ഒരുപാട് സെറ്റായി പോകും, ഉരച്ച് വാഷ് ചെയ്താൽ കിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കിത് വെള്ളം കൂട്ടിയിട്ടൊക്കെ നല്ലപോലെ വാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഹാർഡനർ തീരെ കുറക്കാൻ പാടില്ല. ഞാൻ നാളെ അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ കാണിക്കാം എത്രത്തോളം ഹാർഡനർ ചേർക്കണം, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബോഡി ഫില്ലർ വാഷ് ചെയ്യേണ്ടത് ഒരു 320-400 പേപ്പർ. അതുപോലെ തന്നെ നമ്മൾ പ്രൈമർ ഇട്ട് സ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു 400-600 പേപ്പർ. പ്രൈമർ അടിച്ച് നമ്മൾ പുട്ടി സ്പോട്ട് ഇട്ട് 2K പുട്ടിയായാലും NC പുട്ടിയായാലും സ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ 400-600 പേപ്പർ വെച്ചിട്ട് കഴുകിയെടുക്കുക. കഴുകുമ്പോൾ പുട്ടി മാത്രമല്ല മൊത്തം കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് കോട്ട് PU പ്രൈമർ 1K പ്രൈമർ സെക്കൻഡ് കോട്ട് അടിക്കുക. അടിച്ചതിന് ശേഷം നമ്മൾ ഇന്നിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 2-3 മണിക്കൂർ കൊണ്ട് പ്രൈമർ ഉണങ്ങും. നമ്മളെ NC പ്രൈമറൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഉണങ്ങും. അതേസമയം ഇപ്പോൾ നമ്മൾ ഈ പ്രൈമറിലാണെങ്കിൽ 2K പ്രൈമറിലാണെങ്കിൽ ഒരു മണിക്കൂറിനുകൊണ്ട് മാക്സിമം ഉണങ്ങി കിട്ടും. അപ്പോൾ അന്നേരം തന്നെ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റും. പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് 600 പേപ്പർ ഇട്ട് കഴുകുക. വേണമെങ്കിൽ ഒരു 2000 പേപ്പർ 600 പേപ്പർ ഇട്ട് കഴുകിയതിന് ശേഷം ഒരു 2000 പേപ്പർ അതിന് ശേഷം ഒന്ന്
കഴുകി ഇവിടെ വെള്ളമൊഴിച്ച് നല്ല കഴുകി തുടച്ച് ഉണങ്ങി വെയിലത്ത് വെച്ച് ഉണക്കുക. ശരിക്കും ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാം. പെയിൻറ്റ് അടിക്കുമ്പോൾ നമുക്ക് സോളിഡായിട്ടുള്ള PU പെയിൻറ്റ്, സോളിഡായിട്ടുള്ള 2K പെയിൻറ്റ് അടിക്കുക. അതുപോലെ തന്നെ സോളിഡായിട്ടുള്ള പെയിൻറ്റ് അടിക്കുക. തിളങ്ങുന്ന പെയിൻറ്റ് PU അടിക്കുക. അതിന് വേണം ക്ലിയറിൻ്റെ ആവശ്യമൊന്നുമില്ല. അഥവാ നമ്മൾ ക്ലിയർ അടിക്കണമെങ്കിൽ നമ്മൾ ഈ പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ബേസ് കോട്ട് കിട്ടും. ബേസ് കോട്ട് അടിക്കുക. നല്ല റേറ്റിൻ്റെ ബേസ് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്ററിന് 2000 രൂപേൻ്റെ ഒക്കെ ബേസ് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് പിന്നെ ക്ലിയർ കോട്ട് അടിക്കാൻ പറ്റും. ക്ലിയർ കോട്ട് ബേസ് കോട്ട് അടിച്ചൊരു ഇന്നിപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ ക്ലിയർ അടിക്കാൻ പറ്റും. ഇപ്പോൾ ബേസ് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ മാക്സിമം അന്നേരം തന്നെ ക്ലിയർ അടിക്കുന്നത് കുറച്ചും കൂടെ നല്ലത്. നമ്മൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസ് കോട്ടിൻ്റെ മുകളിൽ ക്ലിയറിന് നല്ലൊരു പിടുത്തം ഉണ്ടാവില്ല. നമ്മൾ ഇൻറ്റീരിയർ വർക്കാണെങ്കിലും നമ്മൾ വണ്ടിക്കൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ബേസ് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ മാക്സിമം അത്രയും പെട്ടെന്ന് അതിൻ്റെ മുകളിൽ ക്ലിയർ അടിക്കുക. അതാ കുറച്ചും കൂടി ഗുണം ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്ന് അറിയില്ല. ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകും. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അതും കൂടെ ക്ലിയർ ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഞാനൊരു വലിയ ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇത്ര ഫുള്ളായിട്ട് വേണമെന്നില്ലല്ലോ. ഇത് കട്ട് ചെയ്തിട്ട് 2 കഷ്ണാക്കിയിട്ട് എന്നാൽ പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ കൂടെ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ്. ബോർഡിനൊക്കെ നല്ല റേറ്റാണ്. ഞാൻ തന്നെ പണിയെടുത്ത അവിടെ ബാലൻസ് വരുന്ന പീസാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേര് മൾട്ടിവുഡ് ചെയ്തിട്ട് അതിന് തേക്ക് വുഡ് ചെയ്യണം, എങ്ങനെ തേക്ക് വുഡ് ചെയ്യേണ്ടത് എന്നിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പ്രൈമർ അടിച്ചതിന് ശേഷം 1K പ്രൈമർ, 2K പ്രൈമർ, ഇതന്നെ. അതിന് ശേഷം നമുക്ക് തേക്കിൻ്റെ ബേസ് കോട്ട് അടിക്കാം. തേക്കിൻ്റെ ബേസ് കോട്ട് അടിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഡൂറോത്തിൻ, MRFൻ്റെ ഡൂറോത്തിൻ തേക്ക് കിട്ടും. ഡൂറോത്തിൻ തേക്ക് കളർ കിട്ടും. അതടിക്കുക. ഇതേപോലെ തന്നെ പിന്നെ അതിൻ്റെ മുകളിൽ അത് കുറച്ച് വ്യത്യാസമുണ്ട് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ മുകളിൽ PUവിലും ഗ്രെയിൻസ് ചെയ്യുക. അതുപോലെ തന്നെ മെലാമിൻ്റെ ഗ്രെയിൻസ് ചെയ്യുക. പക്ഷെ മെലാമിൽ ഗ്രെയിൻസ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ സിംഗിൾ പേക്ക് ക്ലിയർ അടിക്കേണ്ടത് വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരു വീഡിയോയിൽ തന്നെ ഒരു മാക്സിമം കാര്യം ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് സമയം വീഡിയോ വലിയ ലെങ്തായി പോവും. അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കി എൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ലൊരു ഫിനിഷിങ്ങിലായിരിക്കും അത് ചെയ്തെടുക്കൽ. അപ്പോൾ നല്ലൊരു ക്ലിയർ കോട്ടോ അല്ലെങ്കിൽ നല്ലൊരു പെയിൻറ്റ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പം പറയാറുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.